कुछ खिला मैडम ഇത് നിങ്ങൾ എന്നിട്ട് എനിക്ക് ചൂടാച്ച വെള്ളം മുരിങ്ങയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേക്കും തേങ്ങ പോകും. ചോറ് വേവായിട്ട് ഇടിയപ്പം കുക്കർ കഴിയുന്നത് എനിക്കിഷ്ടമല്ല. താടി മുടിയൊക്കെ നമ്മള് പുളിയൊക്കെ കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞാൽ വന്ന കേട്ടോ. അപ്പൊ നമുക്ക് ലാപ്ടോപ്പ് കൊണ്ട് ഹുസൈൻ കൊടുക്കണം. അവർ താഴെ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് खाने के लिए लेके आना था नेक्स्ट कुछ नहीं इधर देखो खाली खाली बैग ला के दे दिए इतने बैग रखा था फिर शौरमा वरमा कुछ खिला मैडम अच्छा खिलाना था चार किलो ബൈ ബൈ. ഇനി നമുക്ക് ഷംസിൽ പോയിട്ട് നമുക്ക് തേങ്ങ മേടിക്കണം. തേങ്ങ എന്തിനാണ് മേടിക്കുന്നതെന്ന് വെച്ചാൽ അത് കൂണ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കൂണ് തേങ്ങ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ബൂസ്റ്റ് പാക്കറ്റ് കണ്ടപ്പോൾ ആ ചെറിയ പാക്കറ്റ് മേടിച്ചേട്ടാ ഞാൻ. ഈ ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാൻ തന്നെ കാരണം കേട്ടോ. കഴിഞ്ഞ ദിവസം പ്രവീൺ എനിക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം എനിക്ക് ഇൻബോക്സിൽ വരുന്നത് വല്ല ജോലിയും ചെയ്തുകൂടെ. ആ ചെറുക്കൻ പാവം ചെറുക്കനെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിക്കുന്നു, വീട്ടു ജോലി ചെയ്യിപ്പിക്കുന്നു. എന്തൊരിത് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പ്രവീണിന് ഇഷ്ടമാണ് എന്നെ ഹെൽപ്പ് ചെയ്യുക, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതായത് ഈവനിങ് മാത്രം കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഈ സൂം ചെയ്ത് നോക്കുന്ന പ്രവീണിനെയാണ് കേട്ടോ. എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ റോഡിലുണ്ട്, മുടി വെട്ടിട്ട് വരാം. ഇച്ചിരി ഏറെ വെള്ളം വെച്ചിട്ട് ഇത് അടുപ്പ വെക്കുവാണെന്നുണ്ടെങ്കിലേ നമുക്ക് കൂടെ കൂടെ ഇത് നോക്കണ്ട. നമുക്കിനി സവോള എടുക്കാം. കൂണുകറിയായിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഒരു സെറ്റേ മേടിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ സവോള എടുക്കുന്നുണ്ട്, കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചോപ്പർ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിങ്ങനെ ഇതിനെ 4 കഷ്ണമാക്കിയിട്ട് ഇട്ടാൽ മതി. അതിനിടയിൽ കൂടെ പാറ്റ് ഇതിലേ പോയി, പാറ്റ ശല്യമാണ്. ഓക്കെ, നമുക്ക് ഇതിനെ ഇങ്ങനെ 4 കഷ്ണമാക്കിയിട്ട് ഇട്ടാൽ മതിയാവും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സവോള അരിയാന്ന് പറയുമ്പോൾ ഇത്തിരി പാടാണ്. പൊമി ഇത് ഇച്ചിരി പാടാണ്, കണ്ണെരിഞ്ഞ് ഉപ്പാടില്ല. അപ്പം നമുക്ക് സവോളയും മുളകിനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇടാം. കുക്കിങ് അറിയാവുന്നവർ ഇങ്ങനെയാണ് കൂടി നീ വെക്കുന്നതെന്ന് ചോദിക്കില്ല കേട്ടോ. മുമ്മ ഇങ്ങനെയാണ്. അപ്പം നമ്മളിത് പറയാൻ വന്നത് ലേസിയാണ്, പക്ഷെ നമുക്ക് ഫുഡ് കഴിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയുള്ളവർ ഇത് ചെയ്യും. കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇത് റെഡി പോയി ഇതാവും. ഒരു ചോപ്പറൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അരിഞ്ഞും പറക്കൊക്കെ എടുക്കും, ഒരുപാട് സമയം പോകും. അപ്പം നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരിയാം. അതിനകത്ത് തന്നെ ഞാൻ തക്കാളി ഇട്ട് അരിയുന്നുണ്ട് കേട്ടോ. വാങ്ങിച്ച കൂണ് കാണിക്കും. ഇതാണ് ഞാൻ വാങ്ങിച്ച കൂണ്. ഇത് നിങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഈ വാങ്ങിച്ച കൂണിനെ കഴുകിയെടുക്കാം. പെട്ടമില്ലല്ലേ, പെട്ടം കൂടെ വേണം. പെട്ടം ഇരുട്ടി. ഇതിപ്പോൾ സമയം 7:30 ഇനി ഞാൻ വരാനും ലേറ്റായി. ഇതാണ് നമ്മുടെ കൂണ്. ഈ കൂണിനെ നമുക്ക് മൂട് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഭാഗമൊക്കെ എടുക്കുമായിരിക്കാം, നമുക്ക് നോക്കാം. കുഞ്ഞിലെ ആണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അയ്യത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കൂണില്ലേ, അമ്മ അതിനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് തോരനായിട്ടും ഗ്രേവി ആയിട്ടും ഒക്കെ ആക്കി തരുമായിരുന്നു. നെക്സ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും മുളകും ചേർക്കാം. സവോള വഴറ്റാനിടുമ്പോൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് വഴറ്റുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ട് വരുമെന്നാണ് ആരെങ്കിലുമൊക്കെ പറയാം. കുളിച്ചതും മുഖം കഴിയുന്നല്ല. ഇവിടെ കിച്ചണിൽ നിന്നിട്ട് എനിക്ക് ചൂടായത്. ഞാനൊരു 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണേ, അത് മിക്സ് ചെയ്യാം. ഇതിൽ ഫ്രഷായിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടുക. എൻ്റെ കയ്യിൽ കുറച്ച് വാടിയതാണ്. പച്ചവെണ്ണമൊക്കെ മാറി. ഇനി നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക്, അങ്ങനെ വേണ്ടുന്നുണ്ടെങ്കിൽ എന്തൊക്കെ മസാല വേണം അതൊക്കെ. ചുരുക്കം പറഞ്ഞാൽ നമ്മളൊരു ചിക്കൻ കറിക്ക് ഇടുന്ന മസാലകളൊക്കെ നമ്മൾ എടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ തക്കാളി ഇട്ട് കൊടുക്കുക ഇതിനകത്തൊക്കെ. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് വന്ന് എടുക്കാം. ബൈ ഇത് തേങ്ങാപ്പാലല്ല, തേങ്ങ അരച്ച വെള്ളം, തേങ്ങാ വെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ഇറ്റ് വെൽ. ഓക്കെ, നമ്മളിരുന്ന് കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുക. തേങ്ങയും തന്നെ നമ്മൾ പഴക്കുന്നത്. ഇതൊക്കെ ചേർത്തിട്ട് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം.
കണ്ട് നിങ്ങൾ പേടിക്കില്ല കേട്ടോ. ഈ ഉപ്പിന് ഉപ്പില്ല, അതെന്താണോ? ഉപ്പിന് സാധാരണ നല്ല ഉപ്പ് വരേണ്ടതാണ്, പക്ഷെ ഈ ഉപ്പിന് അത്ര ഉപ്പില്ല. കൂണ് അധികം ഇല്ല, ഗ്രേവി മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഗ്രേവി കൂടുതൽ എടുക്കാൻ പറ്റും. നമുക്ക് കൂണ് കറി തന്നെ നമുക്ക് നൈറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പം. ചോറ് ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നതാണ് മുരിങ്ങയില. ബൈ ദ ബൈ നമ്മൾ ആദ്യം പാത്രം കഴുകി വീണ്ടും നമ്മൾ ഇവിടെ ഉപയോഗിച്ച പാത്രം കിടപ്പുണ്ട്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് ഗൈസ്. സോ ഇത് നമ്മൾ വാഷ് ചെയ്യണം. നമ്മളിത് കഴുകിയെടുക്കാം ആദ്യം. ഒരുപാട് ഇഷ്ടമാണ്. പണ്ടില്ല ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഇഷ്ടമാകുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ പ്രായമായി വരുന്തോറും ആണ് നമ്മൾ ഇത് മുടിക്കുന്ന കള്ളാണ്, ഇത് കണ്ണിന് നല്ലതാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യും. കൊച്ചിലാണെങ്കിലും അമ്മമാർ പറഞ്ഞ് നമ്മൾ കേൾക്കില്ല. സോ ഒരു പ്രായത്തുമ്പോഴേ നമ്മളെല്ലാം തിരിച്ചറിയുമെന്ന് പറയുന്നത് നേരം. ഇങ്ങനെ നമ്മളിവിടെ കഴുകി തോരാൻ വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടി ചേരുവകൾ ഞാൻ എന്താ ചേർക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇരിക്കും. ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ സവോള, പിന്നെ 2 മുളക്, കറിവേപ്പില, അതൊക്കെ തന്നെ. വീണ്ടും നമുക്ക് നമ്മുടെ സവോള കട്ട് ചെയ്ത് ഇതിനകത്തിടാം കേട്ടോ. അതാണ് കേട്ടോ, ഞാൻ ഓൾറെഡി ലേറ്റായി, അപ്പോൾ ഇനിയും ലേറ്റാവും. അതുകൊണ്ട് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ളതെല്ലാം അരിയാൻ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ 2 സവോളയും 2 മുളകിന് എരിയില്ല, അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേർക്കുന്നതാണ് എൻ്റെ ഫേവറേറ്റ്. എന്താ പറയുക, ഇത് ഉഴുന്നാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് ചേർക്കും. ഇത് ഇഷ്ടമുള്ളൊരു ചേർത്താൽ കേട്ടോ. ഞാൻ ഇത്രത്തോളം ചേർക്കും. ഞങ്ങൾക്ക് 2 പേർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ സവോളയും മുളകും കൂടെ നമ്മൾ വെച്ചത് ചേർക്കാം. പാടാനൊന്നും നിൽക്കട്ടെ, കാരണം നമ്മൾ ഓൾറെഡി ഇത് ഇല ഇടുവാണല്ലോ. അപ്പോൾ നമുക്ക് ഇല ഇടാം. ഇത് നല്ല പാടാണ് കേട്ടോ. നമുക്ക് ട്രൈപോഡ് മേടിക്കണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ പോകുന്നിടത്ത് ഇതും കൊണ്ട് പോകണം. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരേണ്ടി വരും. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അറിയാതെ നമ്മൾ വയറ്റിലേക്കും തേങ്ങ പോകും. നമ്മുടെ ഇവിടെ കൂണ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന കൂണ് കറി വെച്ചുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും പാത്രമുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് കിടക്കാം. പരിപ്പ് നമ്മൾ മുരിങ്ങയില വെച്ചില്ലേ, അതിനകത്തോട്ട് ആഡ് ചെയ്യാനാണ്. ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ചോറ് വെള്ളം, ചോറ് വേവായിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റാം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടുവേ. ബാക്കിയെല്ലാം നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് 2 വിസിലടുപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് ഇടിയപ്പം ചൂടാക്കാൻ വെക്കാമേ. എന്താ ഇങ്ങനെ ഇരിക്കുന്ന വിചാരിക്കണ്ട, ഇത് ഇടിയപ്പ പാത്രത്തിനകത്ത് വെച്ചതാണ്, അല്ല ഇഡലി പാത്രത്തിനകത്ത് വെച്ചതാണ്. ഇടിയപ്പം അവിടെ ചൂടാവും. കുറച്ച് നേരം ആവിയിട്ട് പരിപ്പ് ഇവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മുരിങ്ങയിലേക്കകത്തോട്ട് ഇടാം. ടെക്സ്ചർ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. ചോറ് വെച്ചു, പിന്നെ കൂണ് ഗ്രേവി വെച്ചു, പിന്നെ നമ്മുടെ മുരിങ്ങയില ഡാല്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പ്ലീസ്. പിന്നെ നമുക്കെന്താണ്, നമുക്കിത് ക്ലീൻ ചെയ്യണം. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. വീണ്ടും പാത്രം കൊണ്ട് അത് കഴുകണം. ഒരിക്കലും എനിക്ക് പറ്റാത്തതാണ്ട് ഈ കുക്കർ കഴുകുന്നത്, എനിക്കിഷ്ടമല്ല. പിന്നെ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് പ്രവീണിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ ആ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ സിങ്കൊക്കെ നീറ്റാക്കി. ഇതൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി ബെഡ്ഷീറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റി, ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തു. അങ്ങനെ എൻ്റെ ചുണ്ടിൽ താടി മുടിയൊക്കെ വെട്ടിയിട്ട് വന്നു. മനുഷ്യക്കാലത്തിലായിട്ടുണ്ട്. നോക്കൂ, 2 വാക്ക് പറയൂ. എന്താണ് പറയാനുള്ളത്? ഇത് വന്ന സ്ഥിതിക്ക് നമുക്കിനി പോയി ഒന്ന് കുളിക്കണം. തേങ്ങയും കൊണ്ടുണ്ടാക്കിയ ഡിഷ് ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചു തരാം. വാ 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 വാ, കമോൺ എവരിബഡി. നമുക്ക് ലൈവ് റിസൾട്ട് കാണിച്ചു തരാം. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും.
കൊള്ളാവോ? ആണോ? ഞാൻ ചുമ്മാ വെച്ചതാ. കൊള്ളാവോ? ഞാൻ അടുത്തത് അതുകൊണ്ട് എടുത്തോ, കുഴപ്പമില്ല. അത് മുരിങ്ങയിലെ എന്നാലും നോക്കി. സൂപ്പറാണോ? ഇടിയപ്പം ഉണ്ടാക്കിയതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അതും കൂണുകറിയും കഴിക്കാം. ഇഷ്ടപ്പെട്ടോ? കൂണ് കൊള്ളയില്ലേ? അപ്പൊ നമുക്കിനി കൂണ് കഴിക്കണം. രണ്ടോടെ തിന്നുന്ന എങ്ങനെയുണ്ട്? ഓക്കെ ഗൈസ്, അപ്പൊ അപ്രൂവലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതിൽ ഓർമ്മയുണ്ട്. അപ്പൊ നിങ്ങളിത് ചെയ്ത് നോക്കുക ഗൈസ്. ചൂട് കാരണം ഐസ് കട്ട നിറഞ്ഞ ബോട്ടിലുകളാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. അതിൻ്റെ ഒരു രക്ഷയില്ലേ? ഐസ് കട്ട ആദ്യം അത് എടുത്തിട്ട് അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാം. ഇടിയപ്പം, ചൂടിടിയപ്പം കൂണുകറി. കൊള്ളാം. ചുമ്മാ പറയുന്നില്ല, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇല്ലേ? അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇപ്പൊ കുരുങ്ങി ചതനം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയണം നമ്മളോട് അല്ലേ? ടാറ്റാ ടാറ്റാ, ബൈ ബൈ, സീ യു. നമ്മൾ ഇന്ന് മേടിച്ച ബൂസ്റ്റ് ഇതിനകത്തൊക്കെ കൊടുക്കുക. എന്നും ആവർത്തിക്കരുത്, എടുത്തിന് തന്നെ. പിന്നെ നമ്മൾ പഴം, ബൂസ്റ്റ്, പിന്നെ പാല് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കഴിഞ്ഞാൽ സ്വല്പം മധുരം ഇതൊന്ന് വെന്ത നമുക്കിത് അതെ, നമ്മളിനി ഇത് കുടിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. Bye guys. Bye guys. Ta-da. See you.